നമസ്കാരം. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദിയായ കൊല്ലത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങളും തത്സമയ കാഴ്ചകളും പ്രകടനങ്ങളും ഒക്കെയായി ഞങ്ങൾ ഒരിക്കൽ കൂടി എത്തിയിരിക്കുന്നു. കലക്കൻ കൊല്ലം ആരംഭിക്കുകയാണ്. ഞാൻ അനുജ, എനിക്കൊപ്പം പ്രവിത, ലക്ഷ്മി. നമ്മൾ ആദ്യം പോയിന്റ് നിലയിലേക്ക് പോവുകയാണ്. പോയിന്റ് നില വളരെ വേഗം മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് പ്രവിത നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ കണ്ണൂർ ജില്ല ഇന്നലെ മുതൽ തുടങ്ങിയ ആധിപത്യം നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പോയിന്റ് നിലയിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. പോയിന്റ് നില കണ്ണൂർ ജില്ല 547 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുമ്പോൾ കോഴിക്കോട് ജില്ല രണ്ടാമത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് 538 പോയിന്റിന്റെ വ്യത്യാസം, 9 പോയിന്റ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ. നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. കാരണം കോഴിക്കോടും ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം കോഴിക്കോടും പാലക്കാടും തമ്മിലുള്ള പോരാട്ടം നമ്മൾ കണ്ടത് അല്ലേ. അതുകൊണ്ട് ഏത് നിമിഷം മാറി മറിയും. അതെ, പാലക്കാട് ഇത്തവണയുണ്ട് മൂന്നാം സ്ഥാനത്ത് 534 പോയിന്റുമായി. ആതിഥേയ ജില്ലയായ കൊല്ലം 519 പോയിന്റുമായി നാലാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. അതാണ് നിലവിലെ പോയിന്റ് നില. ഇപ്പോഴും പ്രധാനപ്പെട്ട ഇനങ്ങളെല്ലാം പുരോഗമിക്കുന്നു. ഇന്ന് രാവിലെ തുടങ്ങിയ മത്സരങ്ങൾ അത് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട മത്സരം എല്ലാ വേദികളിലും രണ്ടാമത്തെ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ജനപ്രിയ ഇനങ്ങൾ മിമിക്രി, മോണോ ആക്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലാമർ ഇനങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഒപ്പനയുണ്ട്, മറ്റ് ഇനങ്ങൾ എന്തൊക്കെയാണ്, തിരുവാതിര നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മോണോ ആക്ട് കഴിഞ്ഞു, മിമിക്രി മറ്റൊരു വേദിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളെ ആകർഷിക്കുന്ന വിവിധ തരത്തിലുള്ള മത്സര ഇനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ മത്സരത്തിലെല്ലാം കടുത്ത പോരാട്ടമായിരുന്നു മനുജ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ 1, 2, 3 സ്ഥാനങ്ങൾ അനൗൺസ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു അടി നടക്കുമായിരുന്നു. മികച്ച പ്രകടനം, ഒന്നിനൊന്നിന് മെച്ചം. ഏതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലുള്ള മികവുറ്റ പ്രകടനമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല അല്ലെ. ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട പ്രകടനങ്ങൾ. അപ്പൊ നമ്മള് മത്സരാർത്ഥികളിലേക്ക് പോകാം. അവർ മത്സരമൊക്കെ കഴിഞ്ഞ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പന അല്ലെ, ആദ്യം നമ്മൾ പോകുന്ന ഒപ്പനയില്. അതെ, കോഴിക്കോട് ടീമാണ്. അപ്പൊ നിങ്ങൾ മത്സരം കഴിഞ്ഞു വന്നവരാണ് അല്ലേ? മത്സരം കഴിഞ്ഞു വന്നവരാണ്. അപ്പൊ നമുക്കത് കാണാം. തുടങ്ങിക്കോളൂ. പെരുത്ത കുതുകമിലടുത്ത തോളികൾ അരത്തി മൈലാഞ്ചി ഇരത്തിടാനീ ജഗത്തിലാദം നബിന്റെ കാലത്ത് എന്നാളും അവരൊന്നാകെ അഞ്ചിത മുഞ്ചുള്ള ചെമപ്പിട്ട് രസം കൊണ്ടും നീണ്ടാനേ മൈക്കണ്ണി എതിർപ്പത്തിൽ പുളകത്തിൽ പൂണ്ടാനേ കൊണ്ടും മധുകളാലത്ത് മരൻ മുഹമ്മദ് നബിയാ രാജാങ്കത്തൊക്കെ തുമ്മൽ പൊരി ബാളും റസൂല. അപ്പൊ അതാണ് ഗംഭീര പ്രകടനം. അപ്പൊ നിങ്ങള് മത്സരം കഴിഞ്ഞ് നിങ്ങളുടെ ഫലം വന്നോ? ഇല്ല, വന്നില്ല. ഫലത്തിനായുള്ള കാത്തിരിപ്പാണ്. ഒപ്പനയിൽ മാത്രമാണോ പങ്കെടുക്കുന്നത്? അതെ, ഒപ്പന. ഈ മൊഞ്ചത്തികളുടെ കൂടുതൽ വിശേഷങ്ങളും കൂടെ നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. ഒരു ഘോഷയാത്രയാണ്. അതെ, ഒപ്പന സാധാരണ എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന മണവാട്ടി, ചിരിച്ചുകൊണ്ട് ഒപ്പന കളിക്കുന്ന ഈ എനർജറ്റിക് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് എല്ലാരും കാണാമല്ലോ അല്ലെ. ഒപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഗായകർ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒപ്പന ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പാട്ടും അതോടൊപ്പം തന്നെ എനർജറ്റിക് നൃത്തം, അഭിനയം എല്ലാം ഉണ്ട് അല്ലെ അനുജ? അതെ, ചിരിയും നാണവും അതാണ് മണവാട്ടിയുടെ മെയിൻ അല്ലെ. എങ്ങനെയായിരുന്നു മണവാട്ടിയായിട്ടുള്ള എക്സ്പീരിയൻസ്? ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്. കുറെ നാളത്തെ പ്രാക്ടീസിംഗിലാണ് ഈ ചിരിയും നാണവും ഒക്കെ അല്ലേ? അതെ, 6 മാസം. അതെ, അപ്പൊ 6 മാസത്തെ ചിരി, ആ ചിരി എന്തായാലും ജീവിതത്തിൽ ഉടനീളം തുടരട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ ഫലം വരുമ്പോൾ അതൊരു മികച്ച ഫലം തന്നെ ആകട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ കാണികളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു കൈയടി കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്താണ് അടുത്ത നമ്മൾ? അതെ അനുജ, നമ്മളിനി മറ്റു വേദികളിലേക്ക് കൂടി അല്ല, നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഒരു പാക്കേജിലേക്ക് പോവുകയാണോ എന്ന് തോന്നുന്നു. അതായത് പാക്കേജിലേക്ക് പോവാണ്. അത് എന്താണെന്ന് കണ്ടു വന്നിട്ട് പറയാം. അത് എന്താണോ എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും.
എല്ലാ പ്രണയങ്ങളെയും സമൂഹം നോക്കിക്കാണുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അത്തരം അസ്വസ്ഥതകളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. അതുപക്ഷെ മറികടന്നിരിക്കുകയാണ് പെരിങ്ങോട് സ്കൂളിലെ കുട്ടികൾ. വൈവിധ്യങ്ങളും തെരഞ്ഞെടുപ്പുകളും കൊടും കുറ്റകൃത്യമാകുന്ന കാലത്ത് സീതയെയും രുക്കുവിനെയും കൊണ്ട് ഒരു പ്രണയ കാവ്യം തന്നെ രചിക്കാൻ പ്രണയകാലത്തിനായി. ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ രണ്ട് സ്ത്രീകളുടെ പ്രണയം മനോഹരമായാണ് പെരിങ്ങോട്ട കുട്ടികൾ ആടി തീർത്തത്. പക്ഷേ നാടകം കണ്ട പ്രേക്ഷകർക്ക് ഉള്ളുലഞ്ഞു. നമ്മുടെ പൊളിറ്റിക്സ് നമുക്ക് പറയാനുള്ളത് പറഞ്ഞത് ശരിയോ തെറ്റാന്ന് തീരുമാനിക്കേണ്ടത് ആളുകളാണ്. അതിന് നമുക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ വളരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കയ്യടി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഇത് പറയുന്നത്. അത് നന്നായതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. എന്തെങ്കിലും അവിടെ സംഭവിച്ചുകൊണ്ടാണ് അങ്ങനെ കയ്യടിക്കാൻ കാരണം. പശുവിന്റെ വില പോലും ഇല്ലാത്ത എന്നും താഴ്ന്നു നിൽക്കേണ്ടി വരുന്ന കീഴാളന്റെ രാഷ്ട്രീയം കൂടി പറയാനും നാടക പ്രവർത്തകർ മറന്നില്ല. ഇത് തെരഞ്ഞെടുക്കപ്പെടാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അത് കൊടുക്കുന്ന ഇമ്പാക്ട് കുറച്ച് കൂടുന്ന നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുത്തൊരു സ്ക്രിപ്റ്റ് ആണ്. കളിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒപ്പം വിഷമം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങൾ കുറെ പ്ലസ് ടുക്കാരാണ്, ഞങ്ങളുടെ ലാസ്റ്റ് വർഷമാണ്. പിന്നെ 3.5 മാസത്തോളം ഞങ്ങളുടെ കഷ്ടപ്പാടാണ്, അതിന്റെ റിസൾട്ട് കിട്ടി. ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനക്കാരായാണ് പെരിങ്ങോട്ടുകാർ പാലക്കാട്ട് നിന്ന് കൊല്ലത്തേക്ക് വണ്ടി കയറിയത്. നിറസദസ്സിനു മുൻപിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ശബ്ദം ഉച്ചത്തിൽ ഉയർത്തി കുട്ടികൾ വേദി വിടുമ്പോൾ അതൊരു മുന്നറിയിപ്പാണ്. ഹേ ഭരണകൂടമേ, നിങ്ങൾക്കു നേരെ വിരൽ ചൂണ്ടാൻ ഇവിടെ ചെറുപുഷ്പങ്ങൾ നാം വിടുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 കൊല്ലം. പ്രവിത, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധമുള്ള ഒരു നാടകമാണത്. അതായത് പ്രണയ വൈവിധ്യങ്ങൾക്ക് കൂച്ചുവിലങ്ങൾ ഇടങ്ങുന്നത് എങ്ങനെയാണ് നമ്മുടെ സമൂഹം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നാടക ആവിഷ്കരണം. അതാണ് നാടകവേദി എപ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്. പുതിയ പുതിയ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സബ്ജക്ട്സ് ഒക്കെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അല്ലെ. എന്തായാലും വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. ഈ നാടകം കുട്ടികൾ അവതരിപ്പിച്ച് അവര് വേദി വിട്ട് പോകുമ്പോഴേക്കും കണ്ടുകൊണ്ടിരുന്ന ആളുകൾ അവരുടെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്. അതാണ് അതിനകത്തുള്ള, അത് തന്നെയാണ് ആ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായിട്ടും. നമുക്കിനി ഒരു അടിപൊളി പെർഫോമൻസിലേക്കാണ് പോകേണ്ടത്. എന്റെ പിന്നിൽ നിൽക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒരു ബാൻഡ് ടീമാണ്, കാണിക്കമത സ്കൂളാണ് എന്നോടൊപ്പം ചേരുന്നത്. ബാൻഡ് ലീഡറിനോട് നമുക്ക് ചോദിച്ചറിയാം. ഹലോ, നിങ്ങൾ എത്രാമത്തെ തവണയാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്? ഞങ്ങളിപ്പോൾ കുറേ തവണയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ പിള്ളേർ 2 വർഷമായി. ഹയർ സെക്കൻഡറി ആണ്. ഹയർ സെക്കൻഡറി ആണ്. അപ്പോൾ നിങ്ങളുടെ ബാൻഡ് പെർഫോമൻസ് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
അടിപൊളി പെർഫോമൻസ് ആണ്. ഞാൻ ഈ ഇതിനെന്താ പറയുന്നത്, ഇത് ഊതുന്ന ഈ നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തുമാത്രം എനർജി വേണം നിങ്ങൾക്ക്. അതെ, ഇപ്പൊ തന്നെ ചുണ്ടിന് ചുറ്റും പാടൊക്കെ ആയി. എത്ര നാളത്തെ പ്രാക്ടീസാ? ഒരു കുറെ മാസങ്ങളായിട്ട് പ്രാക്ടീസാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 7 മാസമൊക്കെ ആയിട്ടുണ്ടാവില്ല. ഈ അടുത്ത സ്കൂൾ തുറക്കുമ്പോ തന്നെ, ജൂണിൽ സ്കൂൾ തുറക്കുമ്പോ തന്നെ നിങ്ങൾ അതിനുള്ള പ്രാക്ടീസ്. ഇത് നല്ല വെയിറ്റ് അല്ലേ? 8.5 kg ഉണ്ട്. ഓ, ഇത്രയും വെയിറ്റ് ഉള്ള സാധനമാണ് 20 മിനിറ്റ് ഇത് നിങ്ങൾ ഇങ്ങനെ ബോഡിയിൽ തൂക്കിയിട്ട് പെർഫോം ചെയ്യുന്നത് അല്ലേ? അപ്പം ചില്ലറ കളിയൊന്നും അല്ല കേട്ടോ ബാൻഡ് മേളം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ കാണുന്ന അത്ര, കേൾക്കുന്ന അത്ര സുഖകരമായ കാര്യമല്ല. ഇത് പെർഫോം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് ഓരോ കുട്ടികളും ഇവിടേക്ക് പങ്കെടുക്കാനായി എത്തുന്നത്. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഐറ്റംസിന്റെ കാര്യം വരുമ്പോൾ, കാരണം ഒരാളുടെ പെർഫോമൻസ് മോശമായാൽ മതി, ആ ഗ്രൂപ്പിനെ തന്നെ അത് ആകെ ബാധിക്കും. അതെ അതെ അതെ. അതുകൊണ്ട് ആ ഗ്രൂപ്പ് ഐറ്റത്തിൽ പങ്കെടുക്കാന്ന് പറയുന്നത് എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കണം അല്ലേ അനുജ? തീർച്ചയായും. എന്തായാലും ഇവരെ ഒരു ടീമായി തന്നെ നന്നായി പെർഫോം ചെയ്തു അല്ലേ? ഇനിയിപ്പോ തിരിച്ചു പോവുകയാണ്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. അപ്പൊ പ്രവിത, ഇനി നമ്മൾ പോകുന്ന ഇന്ന് നടന്ന ജനപ്രിയ ഇനമായിരുന്നു മോണോ ആക്ടും മിമിക്രിയും ഒക്കെ. അപ്പൊ ഇത്തരം വേദികളിലേക്ക് എത്താൻ എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മുടെ ആളുകൾക്കൊക്കെ വലിയ താല്പര്യമുണ്ട്. കാരണം എന്താണ് ഈ കുട്ടികൾ കാണിക്കുന്നത്, അതിൽ പുതിയ ഇനങ്ങളുണ്ടോ, പുതുമയുണ്ടോ എന്നൊക്കെ. പ്രത്യേകിച്ച് മോണോ ആക്ടിലൊക്കെ കാലിക പ്രസക്തമായ നിരവധി കാര്യങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അല്പസമയം മുൻപ് ഒരു കുട്ടി ഇവിടെ വന്നിട്ട് എന്താ ഫെമിനിസവുമായി ബന്ധപ്പെട്ട ഒരു മോണോ ആക്ട് ആണ് അവതരിപ്പിച്ചത്. അതിൽ ഏതൊക്കെ സ്ത്രീകൾ ഈ അടുത്ത നാളുകളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു, അവരെ എല്ലാവരെയും ആ മോണോ ആക്ടിൽ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ളതാണ്. അതെ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് കാണാൻ എത്തുന്നവർക്ക് എന്ത് പറയാനുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ടീച്ചർ മോണോ ആക്ട് മത്സരം കാണാൻ എത്തി ഇന്ന്. ആ ടീച്ചർ റോസമ്മ ടീച്ചർ എന്നാണ് പേര്. ടീച്ചർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ഉള്ളത് വേദി 8-ലാണ്. ഇവിടെ മോണോ ആക്ട് ആണ് നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് സ്റ്റോറിക്ക് സ്കോപ്പ് ഉള്ളതെന്ന് നോക്കി ഇങ്ങനെ സംസാരിച്ചൊക്കെ നടക്കുമ്പോൾ ആണ് റോസമ്മ ടീച്ചറിനെ കാണുന്നത്. റോസമ്മ ടീച്ചർ ഇവിടെ വന്നതിനൊരു കഥയുണ്ട്. അത് എന്തായാലും റോസമ്മ ടീച്ചർ തന്നെ പറയട്ടെ. റിട്ടയർഡ് HM ആണ് റോസമ്മ ടീച്ചർ. ശരി, എന്താ മോണോ ആക്ട് കാണാൻ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? മോണോ ആക്ട് കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം എനിക്കൊരു മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പോൾ അത് നല്ലൊരു ഐറ്റം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതുവരെയുള്ള കണ്ടതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം കിട്ടിയോ? കുഴപ്പമില്ല, എങ്കിൽ പോലും ചിലതൊന്നും വ്യക്തമായ ഒരു പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നിയില്ല. ഞാനിനിയും ദൂരത്തിരുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. എങ്കിലും മുൻപിൽ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നവരിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. എവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഞങ്ങളുടെ CMS മാനേജ്മെൻറ്റിൻ്റെ ശ്രീയന സഖ്യ ആ യൂണിറ്റിൽ ഞങ്ങൾ ജില്ലാതലമുണ്ട്, മേഖലാതലമുണ്ട്, അതുപോലെ തന്നെ മഹായിടവക തലമുണ്ട്. അവിടെയൊക്കെ മത്സരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള മത്സര വേദികളിൽ പോയി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം എനിക്ക് പദ്യപാരായണത്തിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു. എങ്ങനെയാണ്, അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ? സ്വന്തമായിട്ടുള്ള ഒരു തോന്നൽ എങ്ങനെയാണ്? ഞാൻ പണ്ട് തൊട്ടേ അഭിനയിക്കും. എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എൻ്റെ ബൈക്കിലിരിക്കുന്ന 2 പേര്. അവരെയൊക്കെ ഞാൻ ഡിസ്കോയും ഡാൻസും എല്ലാം കളിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ് ടീച്ചർ അടിപൊളിയായിട്ട് അഭിനയിക്കും? ടീച്ചർ ഇപ്പോഴും ആവേശം കാത്തു സൂക്ഷിക്കുന്നുണ്ടാണ് ഞങ്ങൾ ടീച്ചറിൻ്റെ കൂടെ വന്നത്. അത് തന്നെയാണ്, ടീച്ചർ ഭയങ്കര വലിയ ആവേശത്തിലാണ്. ഏതായാലും ടീച്ചറിന് നല്ലൊരു ഐറ്റം കിട്ടുന്നത്. ടീച്ചർ നേരത്തെ പദ്യപാരാണോ അല്ലേ? ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് അവിടെ ഞാൻ കഴിഞ്ഞ വർഷം ചൊല്ലിയത് ശ്രീ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ പക എന്ന കവിതയാണ്. ഒന്ന് ചൊല്ലാം? 2 വരി ചൊല്ലാം. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ഏതായാലും റോസമ്മ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. നല്ലൊരു മോണോ ആക്ട് കണ്ടുപിടിക്കാൻ പറ്റട്ടെ. രാജ്കിരണിനൊപ്പം ഗോപിക സുരേഷ്, 24. അപ്പോ നമ്മൾ ഇനി പോകുന്നത് ഒരു പെർഫോമൻസിലേക്കാണ്, ലൈവ് പെർഫോമൻസിലേക്ക്. നമ്മുടെ പിറകിൽ നിൽപ്പുണ്ട്. മർക്കസ് ഇന്റർനാഷണൽ സ്കൂളാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ സ്കൂളിന്റെ പേര് പലതവണ യുവജനോത്സവങ്ങളിൽ കേട്ടിട്ടുണ്ട്. 3ാം തവണയാണ് ഇവർ ഈ മത്സരത്തിനായി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഈ കുട്ടികളുടെ ആദ്യം പെർഫോമൻസിലേക്ക് പോകാം. അതെ, പെർഫോമൻസിലേക്ക് പോകാം. തുടങ്ങിക്കോളൂ. Allah marhaba gausi
مرحبا غوثي نسل نبي اتهامي الله نسل الوالي نسل الوالي نسل الحسيني رفاعي مرحبا مرحبا الله الله سلي وسلي سيد أحمد رفاعي الله بغداد دار الأولياء جنات عدن عالية نتلو مع تسليم مع عالم وصحب عادلي صحبات ديني رشود منهم لطريق القادرين വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ മോന്റെ പാട്ടിനെ കുറിച്ചാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എത്ര മനോഹരമായിട്ടാണ് അല്ലേ പാടുന്നത്. മോന്റെ പേരെന്താ? നിങ്ങളുടെ എല്ലാവരുടെയും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അനുജത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ദഫ് താഴെ പോകരുത് എന്നുള്ളതാണ്. അത് പല രീതിയിലൊക്കെ ഇങ്ങനെ അല്ലേ എന്താണെന്ന് കാണുമ്പോൾ തന്നെ അത്ഭുതമാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ നമുക്കൊപ്പം പങ്കെടുത്തതിന് നന്ദി. അപ്പോൾ നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം എത്തുമ്പോൾ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ഒരു കുഞ്ഞു ഗായകനാണ്. ആ ഗായകന്റെ പേര് ഇപ്പൊ നമ്മൾ പറയുന്നില്ല, സസ്പെൻസ് കളയുന്നില്ല. പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരുക. വളരെ വേഗം ഞങ്ങൾ തിരികെ എത്തും ഇടവേള എടുത്തതിനു ശേഷം. വെൽക്കം ബാക്ക് ടു കലക്കൻ കൊല്ലം. നമ്മൾ കൊല്ലത്ത് നിന്നുള്ള തത്സമയ കാഴ്ചകൾ, യുവജനോത്സവത്തിന്റെ തത്സമയ കാഴ്ചകൾ, പ്രകടനങ്ങളൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രവിത, നമ്മൾ ഈ 24 പവലിയനിലാണ് ഇപ്പോൾ മത്സരാർത്ഥികളുടെ പ്രകടനം പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവരെ പ്രോത്സാഹിപ്പിക്കാനായി ഒരു സമ്മാന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പവലിയനിൽ വന്ന് പെർഫോം ചെയ്യുന്ന കുട്ടികളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനമുണ്ട്. അത് സ്പോൺസർ ചെയ്തത് അൽ മുക്താദർ ഗ്രൂപ്പ് ജ്വല്ലറി ഗ്രൂപ്പാണ്. ജ്വല്ലറി ഗ്രൂപ്പും 24ഉം ചേർന്ന് സ്വർണ്ണ നാണയം സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. വരുന്ന 3 ദിവസങ്ങളിൽ, ഇന്ന് മുതൽ വരുന്ന 3 ദിവസങ്ങളിൽ 40 സ്വർണ്ണ നാണയങ്ങളാണ് അങ്ങനെ നമ്മൾ സമ്മാനിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രതിഭകൾക്ക് നമ്മളുടെ വക ഒരു ചെറിയ പ്രോത്സാഹനം. ഇനി നമ്മൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സസ്പെൻസിലേക്കാണ്. പ്രവിത, അതെ, പ്രേക്ഷകർക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താവും ആ സസ്പെൻസ് എന്നുള്ളത്. നമ്മുടെ തന്നെ ഫാമിലിയിൽ ഒരു അംഗം എന്ന് പറയാം. അംഗമാണ്, ടോപ്പ് സിംഗർ വിന്നർ ആണ് എന്നുള്ളതാണ് ശ്രീനന്ദ് അല്ലേ? അപ്പൊ ശ്രീനന്ദ് ഇവിടെ മത്സരിക്കാൻ എത്തിയ, നമ്മൾ വർത്തമാനം പറയുന്നതിനേക്കാൾ ശ്രീനന്ദിന്റെ പാട്ട് കേൾക്കാനാണ്. ഇന്ന് മാപ്പിളപ്പാട്ടിനാണ് എത്തിയത്. എ ഗ്രേഡ് കിട്ടി. സാറാണ് പഠിപ്പിച്ച് എഴുതിയത്. ഓക്കെ, എഴുതിയത്. അപ്പോ ഈ പാട്ടൊന്ന് 2-3 വരി ഒന്ന് പാടുമോ? മാപ്പിളപ്പാട്ട്. ബന്ധാറ പെണ്ടുടൽ ബിണ്ടിടു ബണ്ടറിൽ ബിണ്ടലം പൊങ്കിടും ഭംഗിഷം ബിങ്കിടും ബിന്ദരുൾ ഹിന്ദവൾ ഹാലേ ബന്തറിൽ ബന്തളം ബിന്ദവും വാഗതിൽ സത്യമാലേ സച്ചരിൽ മേലെ പതച്ചു പുളച്ചു ഹൃദാകെ പടച്ചു പൊരുട്ടുകൾ പൂകി ജുബർനോടി ജുബൻ കൂടി ജബൽ ചാടി ബഹുഷോടി ബദറപ്പട ചിത്തിയ ജദ്ദുടലമ്മിനമർത്തിയ ചിത്തിരം ചിത്തമിൽ ചതുർപുറം തകഞ്ചുനും തളം കൃതം ഗോളബിടും തഗുണിതം പൊന്തും ദുരപക ചിന്തും ചാട്ടുളി ബദൻക്ക് തുളച്ച് ബലിച്ച് പറിച്ച് ബാണോർ ഹംസത്തോലി താനോർ ചിങ്കപ്പുലി പുകൾ കണ്ടം ജിഷുദൊര കിണ്ടൻ പിടിയിട വീണപ്പുലി പരം പലം പിറ പദം പടിപാടാം കിസൗഹൃദ പാടാം കിസൗഹൃദ ബന്ധാറ പെണ്ടുടൽ ബിണ്ടിടു ബണ്ടറിൽ ബിണ്ടലം പൊങ്കിടും ഭംഗിഷം ബിങ്കിടും ബിന്ദരുൾ ഹിന്ദവൾ ഹാലേ. ശ്രീനന്ദിന്റെ പാട്ട് അടിപൊളിയാണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യം. നല്ലൊരു കൈയടി കൊടുക്കൂ.
ശ്രീനന്ദിന്റെ ഏത് പാട്ടാ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഏതെങ്കിലും ഒരു പാട്ട് പറയാവോ? അടിപൊളി പാട്ട്, മെലഡി എല്ലാം നന്നായി പാടി വിന്നറായ ആളാണ് ടോപ്പ് സിംഗറിൽ. സജഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഏതാ? ശരി. അപ്പൊ നമ്മൾ എന്തായാലും ചന്ദനമണി സന്ധ്യകൾ, അതുപോലെ തന്നെ ആനക്കെടുപ്പത്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആനക്കെടുപ്പത് ഒന്ന് പാടാം. ട്രാക്ക്. ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. മാണിക്യ കല്ലുകൊണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ. മുറ്റത്ത് ചെറിയ രത്നം പെറുക്കാൻ അപ്സര കന്യകളെ ഒരു ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. മാണിക്യ കല്ലുകൊണ്ടേഴ് നിലയുള്ള കൊട്ടാരമുണ്ടേ. നിരികരി നിരികരി നിരിത പമപ ഗഗരിരി സരി നിധനി സരിഗ സരിഗ മപദനി സരിഗരി സരിത പമഗരി. മുത്തുക്കുടയുടെ കീഴിൽ പുഷ്പകിരീടം ചൂടി, മുത്തുക്കുടയുടെ കീഴിൽ പുഷ്പകിരീടം ചൂടി. പത്തരമാറ്റുള്ള പട്ടുകസവു കൊണ്ടുത്തരീയം ചുറ്റി. പത്തരമാറ്റുള്ള പട്ടുകസവു കൊണ്ടുത്തരീയം ചുറ്റി. നീ വരുമീ വഴി പൂവിതറുന്നത് തങ്കക്കിനാവോ കാറ്റോ. പറയേണ്ട കാര്യം. അപ്പോ എന്തായാലും അന്ന് വിന്നറായപ്പോ ഏത് ക്ലാസ്സിലായിരുന്നു മോൻ? ഞാൻ വിന്നറായപ്പോ 9th-ലായിരുന്നു. ഇപ്പൊ 10th-ലാണ്. അപ്പോ വലിയ ഗായകനായി മാറട്ടെ അല്ലേ? ഒത്തിരി പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, ഇപ്പൊ 10ാം ക്ലാസ് ആയോണ്ട് അതിൻ്റെതായ ഓക്കെ, അതിലൊക്കെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിയുമ്പോ വീണ്ടും പാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം ശ്രീനാഥ്. നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ കലക്കൻ കൊല്ലത്തിലേക്ക്. ധൃതരാഷ്ട്രന്മാർ ചെയ്തതെല്ലാം ഓർത്താലോ ആർത്തരകും, പിന്നെ പാർത്തലം തന്നിൽ വീഴും. ദുഷ്ടനാം ദുര്യോധനാജ്ഞയാൽ ഭാരതമലയനവൻ കഷ്ടം നീഴൽ കുത്തിക്കൊന്നിതു പാണ്ഡവരൈവരെയും. ഭർത്താവ് ചെയ്തു പോയ നിജകർമ്മം സഹിയാഞ്ഞിട്ട് ക്രുദ്ധയ മാമലയത്തിതൻ പുത്രനെ കൊന്നുവെകാൽ. കൃഷ്ണകൃപ കൊണ്ടവർക്ക് പുത്രനെയും കിട്ടി. തൽക്ഷണത്തിൽ പ്രാണനത് പാണ്ഡവർക്കുമേകി. കോമളാങ്കിമാരെ നിങ്ങൾ മോദമോടെ ആടിടുവിൻ, കോമളാങ്കിമാരെ നിങ്ങൾ മോദമോടെ ആടിടുവിൻ. ചാരുതരമാകും തിരുവാതിരരാവിൽ, ചാരുതരമാകും തിരുവാതിരരാവിൽ. നല്ല മാംഗല്യം വരുവാൻ, നല്ല സന്തതി വരുവാൻ ചൊല്ലിയാടു ഇന്നു നിങ്ങളാതിരരാവിൽ, തിരുവാതിരരാവിൽ, തിരുവാതിരരാവിൽ.